CDയാണ് മീറ്റിംഗ് വിളിച്ചത്. ഇത്ര 5 ആളല്ലേ ഉള്ളൂ. അതെ സേതുറോ ലീഡർ മസ് ഹൈനിക്സ് പെരുമാറ്റി മസാക്കി പഴയ ഡ്രസ്സൊക്കെ ഇട്ട്. ഹലോ 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 ബ്രോ, എന്റെ പേര് സാബു, ജഡായി സാബു. പരിചയപ്പെടുത്തണല്ലോ. അങ്ങനെ എനിക്കങ്ങനെ നമ്മൾ പരിചയപ്പെട്ട് സംസാരിക്കുന്നതാണ് എന്റെ ഒരു ശീലം. എന്റെ പേര് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇതേ പേര് വെച്ചിട്ട് നിങ്ങൾ കുറച്ചേരം മുമ്പ് എന്റെ പിള്ളേരുടെ അടുത്ത് കൊണച്ചെന്ന് കേട്ട് എന്റെ പേരിൽ വലിയ അടിയായി. അടിയായപ്പോ നമ്മൾ കുറച്ചുപേർക്ക് കാഷ്വാലിറ്റീസ് ഉണ്ട്. കുറച്ചു പേർക്കുള്ള അങ്ങനെ പറയത്തക്ക എണ്ണത്തക്ക രീതിയിലുള്ള എന്തിന് അതൊക്കെ തരാം. എണ്ണണ്ടേ ബ്രോ? എന്താണ് അത് എണ്ണി തരാം ബ്രോ, എണ്ണി തരാം. എത്ര എണ്ണ അറിയാം ജഡായുവിന്? അതൊക്കെ കിടക്കുന്ന ചാവാലി പട്ടിയൊക്കെ തല്ലിക്കൊള്ളുമ്പോ എന്തിനാണ് ബ്രോ എണ്ണി നോക്കുന്നത്? നമ്മൾ എണ്ണി നോക്കാറില്ല, നമ്മൾ മനസ്സിലായ ബ്രോ. അപ്പൊ നമ്മൾ എന്തായാലും വന്നേക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ വാറ് വിളിക്കാനാ. ഒരു 15 മിനിറ്റ്. അപ്പൊ അതിനകത്ത് വാറ് വിളിക്കും. അതിനുള്ള ഉറപ്പൊക്കെ ഉണ്ട്. അറിയുന്നവരും വായിക്കാൻ അറിയാവുന്നവരൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ കോൺഫിഡൻസ് 100. ഉറപ്പ് ജയിക്കുന്ന ഉറപ്പാണോ? ജയിക്കുന്ന എത്ര ഉറപ്പുണ്ടോ? ജയിച്ചില്ലെങ്കിൽ മുടി ഒട്ടയടിച്ച് നടക്കൂ. ജയിച്ചില്ലെങ്കിൽ മുടി ഒട്ടയടിച്ച് നടക്കൂ. ഏതാ ഇതിനകത്ത് ജഡായു ഏതാ? മുടിയുള്ള മുടി ബാക്കിലോട്ടുള്ള? ഓ ഇവരെ ബ്രോന്റെ ലീഡറിനെ വിളിച്ചത് കേട്ടോ. അയ്യോ നീ എന്തിനു വായു വെച്ചുണ്ടാക്കണ? നീ മനസ്സിലായി, നീ കൊരക്കല്ലേ, നീ ആദ്യം കൊരക്കല്ലേ, കൊരക്കാണ്ടിരിക്കും. താഴെ മുട്ടേരിയാണ് ആ മാരിയാമത്ത് പാടാവണം ബുദ്ധിയില്ലാത്ത മൊണ്ണെ. ഡമ്മി ആ കോൺഫറൻസ് ആ നീ കൊറേ ഉണ്ടാക്കും. കൊറേ ചോദിക്കട്ടെ ജഡായു ഇത് ചോദിക്കുന്നതിന് മറുപടി
എടാ ജോബ വീട്ടി നിനക്ക് തീരുമാനിക്കാൻ ജോബ വീട്ടി വീട്ടി ഉണ്ടാക്കിയാണ് അണ്ണാക്കി തരും. നീ അവിടുന്ന് കരയും, നീ അവിടുന്ന് കരയും കേട്ടാ. തൊലിക്കാൻ പോണേ ഉള്ളു, തൊലിക്കാൻ പോണേ ഉള്ളു. പേര് മാറ്റി ഇറങ്ങിയല്ലേ നീ തൊലിച്ചോണ്ട് വാങ്ങിട്ട് തൊലിപ്പിച്ചു തരാം. എടാ പട്ടി ഉണ്ടാക്കിയോടാ നെഞ്ചത്ത് പട്ടി ഒട്ടിച്ചോണ്ടെന്ന് പറയടാ. പട്ടി ഒട്ടിച്ചോണ്ടെന്ന് പറയാ. പട്ടി ഒട്ടിച്ചിട്ട് പറയാം. ഇരുന്ന് പറക്കിട്ട് ജഡായു കൊറേ കഴിഞ്ഞെങ്കിൽ ഇത് പറയുന്നത് കേക്ക്. നീ കുറച്ചോ, ഞാൻ കേട്ടോളാം. എനിക്ക് ഇങ്ങനെ പട്ടി ഇതൊന്നുമില്ല. നീ കഴിഞ്ഞില്ലേ കൊറേ കഴിഞ്ഞില്ലേ ജഡായു ജഡായു നിനക്ക് നിന്നെ മൊണ്ണേന്ന് വിളിച്ച നീ കുണ്ണേന്ന് കേട്ടോ. നെഞ്ചത്ത് പട്ടി ഒട്ടിച്ചോണ്ട് വന്നിട്ട് നീ കുറയ്ക്കല്ലേ. എടാ ജഡായു നിന്നെ മൊണ്ണേന്ന് വിളിച്ച നീ കുണ്ണേന്ന് കേൾക്കൂ. LKG പഠിക്കുന്നതാടാ നീ ഇതിന് ഉത്തരം ആദ്യം ബാക്കി പരിപാടി പ്രൊസീഡ് ചെയ്യാം. എന്ത് കോപ്പി അടിച്ച ആരും കോപ്പി അടിച്ച നീ പറഞ്ഞതിന് ഉത്തരം നിന്നെ മൊണ്ണേന്ന് വിളിച്ചാൽ കുണ്ണ എന്നാണോ കേൾക്കുന്നത്? മൊണ്ണേന്ന് വിളിച്ച നീ കുണ്ണേന്നാണോ കേൾക്കുന്നത് ജഡായു? മൊണ്ണേന്ന് വിളിച്ചാ നീ കുണ്ണേന്നാണോ കേൾക്കുന്നത്? ആണോ കേൾക്കുന്നത്? ആണോ ആണോ അല്ലയോ? ആണോ അല്ലയോ? മൊണ്ണേന്ന് വിളിച്ചാ നീ കുണ്ണേന്നാണോ കേൾക്കുന്നത്? ആണോ ആണോ നിന്നെ മൊണ്ണ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കുണ്ണ നിന്നെ മൊണ്ണേന്ന് വിളിച്ചപ്പോ നീ കുണ്ണേന്നാണോ വിളി കേട്ടെ? നീ അങ്ങനെയാണോ കേൾക്കുന്നത്? ആ മര്യാദ സംസാരിക്കല്ലേ? അപ്പൊ നിനക്ക് ഞാൻ ഓക്കെ നീ പറഞ്ഞു മര്യാദ സംസാരിക്കാം. എടാ മൊണ്ണ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കുണ്ണേന്നാണോടാ കേൾക്കുന്നേ? നിന്നെ മൊണ്ണേന്ന് വിളിച്ചപ്പോ നീ കുണ്ണേന്നാണോടാ കേൾക്കുന്നേ? ഞങ്ങൾ നിന്നെ മൊണ്ണേന്ന് വിളിച്ചപ്പോ നീ കുണ്ണേന്നാണോടാ കേൾക്കുന്നേ? ആണോടാ? നിന്നെ മൊണ്ണേന്ന് വിളിച്ചപ്പോ കുണ്ണ എന്നാണോ കേൾക്കുന്നേ ജഡായു? ജഡായു പ്ലീസ് ആൻസർ. മൊണ്ണേന്ന് വിളിച്ചപ്പോ നീ കുണ്ണ എന്നാണോ കേൾക്കുന്നേ ജഡായു? ജഡായു മൊണ്ണേന്ന് വിളിച്ചപ്പോ നീ കുണ്ണ എന്നാണോ കേൾക്കുന്നേ ജഡായു? മൊണ്ണേന്ന് വിളിച്ചപ്പോ നീ കുണ്ണ എന്നാണോ കേൾക്കുന്നേ മോനെ ജഡായു? ആണോ ആണോ? ഒരു കാര്യം ജയിക്കോ ആറ് ജയിക്കോ ജഡായു? ആദ്യം മൊണ്ണേന്ന് വിളിച്ചു കഴിഞ്ഞാൽ കുണ്ണേന്നാണ് കേൾക്കുന്നത് പറ. ജഡായു വാറ് ജയിക്കോ ബ്രോ ജഡായു കിടന്ന് കരയുന്ന കാണുന്നില്ല. ബ്രോ കണ്ണീര് കുറച്ച് കൊടുക്കും. ജഡായു വാറ് ജയിക്കോ? എനിക്ക് തന്നെ മാറിപ്പോന്നല്ലേ മൊണ്ണെ കുട്ടി. വാറ് ജയിക്കോ? മോനെ സാബു മോനെ മൊണ്ണെ ഇനി ഞാൻ മൊണ്ണേന്ന് വിളിച്ച കുണ്ണേന്നൊന്നും കേട്ട് കളയല്ലേ. മൊണ്ണേന്ന് വിളിച്ച കുണ്ണേന്ന് കേൾക്കുന്ന സാബു. 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 നിർത്തിക്കണല്ലത്. മൊണ്ണേന്ന് വിളിച്ച കുണ്ണേന്ന് വിളിക്കുന്ന സാബു. പോവാണോ പോവല്ലേ പേടിച്ചു പോലെ പോവല്ലേ സാബു. സാബു നോ സാബു ട്രിഗർ ചെയ്ത് അടുപ്പിക്കാനുള്ള പരിപാടിയാണ്. മൊണ്ണേന്ന് വിളിച്ച കുണ്ണേന്ന് കേൾക്കുന്ന സാബു. കുണ്ണേന്ന് കേൾക്കുന്ന സാബു വല്ലാണ്ട് വിൽക്കുന്നു ജഡായു വല്ലാണ്ട് വിൽക്കുന്നു. ജഡായു എടാ കസേരയൊക്കെ എടുക്ക. ആദ്യം നീ മൊണ്ണേന്ന് വിളിക്കുമ്പോ കുണ്ണേന്ന് വിളിക്കുന്ന സാബുവിന്റെ അടുത്ത് പറയാൻ പറ.
വാണിംഗ് കൊടുത്തു തോന്നുന്നു കേട്ടാ. പക്ഷെ അതിന് മുന്നേ നിങ്ങളുടെ സാബുവിന്റെ അടുത്ത് പറയണം, മൊണ്ണേന്ന് വിളിച്ചു കഴിഞ്ഞാൽ കുണ്ണേന്ന് കേൾക്കരുത് കേട്ടോ. എന്ന് കേൾക്കരുത് കേട്ടോ. അവിടെ പോയില്ലേ, അവിടെ പോയില്ലേ? വാർ ജയിച്ചില്ലേ സാബു എന്ത് ചെയ്യും? 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 ജട്ടിയിട്ട് മുതുക്കോടി രണ്ടോട്ടം. സാബു വാർ ജയിച്ചില്ലേ ജട്ടിയിട്ട് മുതുക്കോടി ഓടുവോ? പുറകെ വാ, 6 പ്രാവശ്യം വിക്കി. ഇനിയെങ്കിലും മൊണ്ണേന്ന് വിളിച്ചു കഴിഞ്ഞാൽ കുണ്ണേന്ന് കേൾക്കല്ലേ സാബു? ഈ ചുവന്ന മുടി ഗ്യാങ് മെമ്പർ ആണെങ്കിൽ പറഞ്ഞു കൊടുക്കണേ, മൊണ്ണേന്ന് വിളിച്ചു കഴിഞ്ഞാൽ കുണ്ണേന്ന് കേൾക്കല്ലെന്ന് പറഞ്ഞു. വാർ ജയിക്കുന്ന അത്ര കോൺഫിഡൻസ് ആണ്. ഓക്കെ വാർ ജയിച്ചാല് സാബുവിനെ ഷട്ടി ഇടിച്ച് മുതുക്കോഴി ഓടിക്കാൻ പറ്റുമോ? ഉറപ്പാണേല് തോറ്റു കഴിഞ്ഞാല് ഷട്ടി ഇട്ട് സാബുവിനെ മുതുക്കോഴി ഓടിക്കാൻ അല്ലല്ല പറ ഞാൻ കാര്യമായിട്ടൊരു കാര്യം ചോദിക്കുമല്ലേ ബ്രോ? പറ. ഓക്കെ ജയിക്കുമെന്ന് ഉറപ്പുണ്ടേ ബ്രോ? ഇത് ബെറ്റ് വെക്കോ? സാബുവിനെ നിങ്ങൾ ഷട്ടി ഇടിച്ച് മുതുക്കി കൂടെ ഓടിക്കണം ബ്രോ. ഷട്ടി ഇട്ട് മുതുകോഴി ഓടിക്കണം, പറ്റുമോ? പേടിയാണോ? പേടി അപ്പം പേടി അത് പേടി. പേരെന്താ എന്താ കേട്ടില്ല? പൃഥ്വിരാജോ? രുദ്ര. അയ്യോ നീയായിരുന്നു മറ്റേ ഐഡി. ഓക്കെ പോലും അറിയില്ല നിനക്ക്, മനസ്സിലായോ? എന്നിട്ടാണ് നീ ഡയലോഗ് അടിക്കാൻ പറയുന്നത് എന്റെ അടുത്ത്. ജഡായു അവന്റെ തുപ്പലിന്റെ വെള്ളം പറ്റിയ നീയായിരുന്ന ഐഡി പൈന് ഞാൻ അറിഞ്ഞില്ല മോനെ, സോറി കേട്ടാ, വിഷമിക്കല്ലേ. നിങ്ങളൊന്ന് ഓടിക്കണേ അവനെ. എന്റെ പേര് രാമൻ. രാമൻ. അതിലും വലിയ സംഭവം എന്തുവാ? മൊണ്ണേന്ന് വിളിച്ചപ്പോ കുണ്ണേന്ന് തീരുന്നില്ല, എന്തും വാങ്ങിയത്. അതിലും വലിയ സംഭവം എന്തുവാ? വന്നിട്ടുള്ള ഫസ്റ്റ് മീറ്റിംഗാ, അതന്നെ ഇങ്ങനെ. മുടി ബാക്കിലോട്ട് കെട്ടിയതാ. വാർ തോറ്റാലുണ്ടല്ലോ നിങ്ങളുടെ മറ്റേ ജഡായി സാബുവിനെ മുതുക്കൊഴി ഷഡ്ഡി ഇടാണ്ട് ഓടിക്കണം കേട്ടാ. സാബു വാർ തോറ്റ നീ ആ മുതുക്കൊഴി കേട്ടാ. ജഡായു വണ്ടി എടുത്ത് പോടാ ഇവിടുന്ന്. വണ്ടി എടുത്ത് പോടാ. അല്ലെങ്കിൽ നീ വീണ്ടും പലതും കേൾക്കും. മൊണ്ണേന്ന് വിളിച്ച നീ പലതും പേടിച്ച് വണ്ടിക്കകത്ത് നീ അതുകൊണ്ട് ഇനി പലതും കേൾക്കും. വിട്ടോ, വണ്ടി എടുത്ത് വിട്ടോ. അതിന് മുന്നേ പട്ടിയുടെ മൊണ്ണകളെ കൂടെ ഉള്ളതിനെ പേരിട്ട ശിഖണ്ഡി ആദ്യം നീ ഒരാണായിട്ട് വേട്ടാ, എന്നിട്ട് സംസാരിക്കാം. വാർ ജയിക്കോ നീയൊക്കെ ആദ്യം വാറ് ജയിച്ചിട്ട് നീ കൊലക്ക് പോകുന്നുണ്ട്. വാറ് ജയിക്കോ
അത് പറ. നിനക്ക് ജയിക്കാണ്ട് ജയിക്കൂലേ നീ അപ്പ? നീ ജയിക്കൂലയോ? അത് ജയിക്കുന്ന പറ. പാറൊക്കെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തോളാം. പാറൊക്കെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം. പാറൊക്കെ ഞങ്ങൾ വിളിച്ച് അക്സെപ്റ്റ് ചെയ്തോളാം. മനസ്സിലായില്ലേ? എടാ ബുദ്ധിയില്ലാത്ത മൊണ്ണ നിന്നോട് പറഞ്ഞിട്ടില്ല മൊണ്ണെ. പാറ നീ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തോളാം. നീ ജയിക്കോ? ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തോളാം. നീ ജയിക്കോ? അത് പറഞ്ഞു ആദ്യം. ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം. ഞങ്ങൾ ജയിക്കും. അതുകൊണ്ടല്ലേ ജയിക്കണത്. ഞങ്ങളെ ജയിക്കുള്ളൂ. മനസ്സിലായില്ലേ? ബുദ്ധിയില്ലാത്തവനെ. എടാ ഞങ്ങളെ ജയിക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? എന്തോ ചെയ്യാൻ പോലെ അയ്യോ നീ സിയോളി പുറത്ത് കിടന്നോണ്ട് മനസ്സിലായ? നീ കൊറേ റൂള് കൊറേ നാക്കുഞ്ഞി കിടന്നോണ്ട് മനസ്സിലായ? നിന്നെയൊക്കെ ഉണ്ടാക്കാൻ പോണ ഞങ്ങളാ. മനസ്സിലായ? നീ അത് ഉണ്ടാക്കല്ലേ ഒരിക്കലും ആദ്യം കിടന്നോണ്ട്. നീ മാറി ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. നിങ്ങൾ വാർ ജയിക്കും പറ ജഡായു. എടാ നീ നിന്റെ അക്സെപ്റ്റ് നിനക്കപ്പോ വിശ്വാസമില്ല. കൂടുള്ളവരെ വിശ്വാസമില്ല. എനിക്ക് പറഞ്ഞു ശീലമില്ല. ചെയ്ത് എന്തോ ചെയ്യുന്നത് അടിക്കുന്നു 100% കോൺഫിഡൻസ്. അതാരാ എന്തോ ചെയ്യുന്നെന്ന് ചോദിക്കണേ? ഒരു വാറ് ജയിക്കുമെന്ന് പറയാനും ഉറപ്പില്ല. നീ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. മനസ്സിലല്ലേ? ജഡായു മനസ്സിലായില്ലേ? ബുദ്ധിയില്ലാത്തവനെ. നീ വണ്ടി വരുന്ന കാര്യം നീ പുറത്തിന്റെ ഇടയിൽ ഇറങ്ങണം. ആദ്യം ഇങ്ങോട്ട് വണ്ടി പുറത്തേക്ക് ഇറങ്ങി ആദ്യം ഒന്ന് പുറത്തിന്റെ ഇടയ്ക്ക് പറഞ്ഞോണ്ടിരിക്കുന്നത്. അയ്യോ വലിയ കാര്യം. ആള് ഞങ്ങളെ 13 സ്ഥിതിയിലുണ്ട്. മനസ്സിലായി? നിങ്ങളാണ് ആളില്ലാത്തത്. എടാ ഞങ്ങളെ ആൾക്കാരെടുത്ത് നിങ്ങളാണ് ആളില്ലാത്തത്. മനസ്സിലായില്ലേ? ബുദ്ധിയില്ലാത്തവനെ. ഞാൻ ആദ്യം മാറി എനിക്ക് ജയിക്കുമോ നോക്കാം. ആദ്യം ഞങ്ങളാണ് ആള് കൂടുതലുള്ള. ബുദ്ധിയില്ലാത്തവനെ. ഞങ്ങളുള്ളവരെ വെച്ചടിക്കും. മനസ്സിലായി? നീയൊക്കെ അത്രയൊക്കെ മതി. മനസ്സിലായില്ലേ? ബുദ്ധിയില്ലാത്തവനെ. അയ്യോ വലിയ പൊണ്ണേന്നൊക്കെ കുണ്ണേന്നേക്കാണ് ബുദ്ധിയില്ലാത്തവനല്ല. അങ്ങനെയൊക്കെ പറഞ്ഞ ആവശ്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? പിന്നെ തെരുവിൽ പൊരുത്തത് കണ്ട് കൊറേ പേരാ. തെരുവിൽ കിടന്ന് മനസ്സിലായി? ബുദ്ധിയില്ലാത്ത മൊണ്ണെ. നീ വണ്ടിക്കാട്ടിരുന്ന് കിടന്ന് കുറച്ചോണ്ടിരിക്കാൻ നീ പുറത്തിറങ്ങിയിട്ട് വണക്കണം. ഞാൻ ആദ്യം കിടന്നോണ്ട് നിക്കണ ബുദ്ധിയില്ലാത്തവനെ വണ്ടിക്കാട്ട് ഇങ്ങനെ വിളിച്ചത് മാറി കേട്ടുകളല്ലേ മൊണ്ണ കുണ്ടെന്ന് കേട്ടടാ. അവൻ അതേ കേക്കത്തുള്ളൂ. എന്തിനു വിളിക്കാൻ സ്കെച്ച്? അയ്യോ പുറത്താക്കി കൊടിച്ചിപ്പട്ടിക്ക് പറഞ്ഞിട്ട് അതിനല്ലേ വിളിച്ചത്? ബുദ്ധിയില്ലാത്ത മൊണ്ണേന്. എടാ നിന്നെ മൊണ്ണേനെ വിളിച്ച് നീ കുണ്ണേനേക്കണ. ബുദ്ധിയില്ലാത്തവനെ. ആദ്യം വണ്ടിക്കാട്ടിരുന്ന് വരക്കാൻ പുറത്തേക്ക് ഇറങ്ങിന്ന് വണക്കണ. ബുദ്ധിയില്ലാത്തവനെ കിടന്നോണ്ട്. മുന്നേന്നല്ല വിളിച്ചത്. മനസ്സിലായ? കുണ്ണേന്നാ വിളിച്ചത്. അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് മാറി അങ്ങ് പോ. അതെ അയ്യ ബുദ്ധിയില്ലാത്ത നിന്നെ ഇട്ടില്ലേ? അയ്യ ഇതിനെ കൊണ്ടല്ലേ? ആരോട് ചേച്ചി? സസ്പെൻഷൻ. ഓക്കെ ബൈ. ഓക്കെ ബൈ. ഓക്കെ ജി സസ്പെൻഷൻ ഉള്ളതായി. അപ്പോൾ ചിലപ്പോൾ ചെടിയും കിട്ടും കേട്ടാ. ആ ഹെലികോപ്റ്റർ അടിച്ചേന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. വരുമ്പോൾ കാണാം.